പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഫ്രീക്വൻസി അടങ്ങിയിരിക്കുന്നത് തന്നിരിക്കുന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നിലധികം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ 0 to 10, അത് 8 എന്നുണ്ടെങ്കിൽ 8 ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 8 ആളുകൾ 0 to 10 ഇടയിലാണ്. ഇതിനാണ് ഫ്രീക്വൻസി. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. There are 4 types. First one is histogram, second one is frequency polygon, third one is frequency curve, fourth one is ഒഞ്ചിവം. നമ്മൾ ആദ്യത്തേലേക്ക് കടക്കാൻ ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്, histogram is a graphical representation of the frequency distribution of data, where data is grouped into interval or bins. Each bar represents the frequency of data point that fall within each bin. It's ideal for visualizing the distribution of continuous data and identifying pattern like skewness, normal distribution, outliers. ഇത് continuous frequency distribution ആണ് യൂസ് ചെയ്യാറുള്ളത്. ഹിസ്റ്റോഗ്രാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ആണ്. ഡാറ്റ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഇന്റർവൽ ഓർ ബിൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്ലാസ് രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. അതിൽ ഓരോ ഫ്രീക്വൻസിയിൽ എത്രയാണ് വാല്യൂ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ബാർസ് represent data intervals and their height represent frequency. ഇതിന്റെ ഹൈറ്റിന് നമ്മൾ ഫ്രീക്വൻസി ആണ് അതിന്റെ ഹൈറ്റ്. നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാർസ്. ബാറുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഡയഗ്രത്തിലൊക്കെ ബാറുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. യൂസ്ഡ് കണ്ടിന്യൂസ് ഡാറ്റ വെർ ദ ഡാറ്റ ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ക്ലാസ് ഇന്റർവൽ. നമ്മൾ ഈ കേസ് നമ്മൾ എടുക്കാം. ഈ കേസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് 0 to 5, സെക്കൻഡ് 5 to 10, തേർഡ് 10 to 50 ഇങ്ങനെയാണ് ക്ലാസ് ഉള്ളത്. അതിന് നേരെയുള്ള റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 2. ഈ 2 കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക 0ക്കും 5നും ഇടയിലാണ് എത്ര ആളുണ്ട്, 2 ആളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ എക്സ് ആക്സിസിൽ നമ്മൾ അതിന്റെ ഇന്റർവെൽ ക്ലാസ് ആണ് രേഖപ്പെടുത്തുക. ഫ്രീക്വൻസി നമ്മൾ അടയാളപ്പെടുത്തുക എവിടെയാണ്, വൈ ആക്സിസിലാണ്. അപ്പൊ നമ്മൾ 0 to 5, 5 to 10, 10 to 15, 50 to 20, 20 to 25, 25 to 30. ഇതിന്റെ വിഡ്ത്ത് തീരുമാനിക്കുന്നത് ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പോ ഇനി 0 to 10 ആണ് ക്ലാസ് എങ്കിൽ ഇവിടെ ഈ 5 എടുത്ത് 10 എടുത്ത് എഴുതാനും പറ്റും. 0 to 10, 10 to 20 അങ്ങനെ എഴുതാം. അപ്പൊ 0 to 5 എത്രയാണുള്ളത്, 2. അപ്പൊ നമ്മൾ 2 എന്ന് അടയാളപ്പെടുത്തി. 5 to 10 എത്ര, വീണ്ടും 2 ആണ്. 10 to 15 എത്ര, അപ്പൊ നമ്മൾ ഇതേപോലെ 5 ആണുള്ളത്. അടുത്തത് 15 to 20 വീണ്ടും 5 ആണ്. 20 to 25 3, 25 to 33. ഇതിനാണ് പറയാ എന്ത് പറയാ, ഹിസ്റ്റോഗ്രാം എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ ആണ് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ is a graph that connects the midpoint of the top of the bar of a histogram with a straight line. It is useful for showing the shape of the distribution of a data set. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ നേരത്തെ മുകളിൽ വരച്ച ഈ ഹിസ്റ്റോഗ്രാമിന്റെ ഇതിൽ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ വളരെ ഈസിയാണ്. ഈ പോയിന്റിൽ നിന്ന് തുടങ്ങും, നേരെ അടുത്ത അതിന്റെ എല്ലാ ബാറിന്റെയും മിഡ് വാല്യൂയിലേക്കാണ് പോവാ. പിന്നെ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് വരയ്ക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഏത് രീതിയിൽ വരയ്ക്കാം, ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിന്റെ മിഡിലുള്ള വാല്യൂ ഇതൊക്കെയാണ്. ഇതിന്റെ മിഡിലുള്ള വാല്യൂവിൽ നമുക്ക് പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റുകൾ കൂട്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബാർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത്. It helps to compare distribution, visualize trends over intervals. ഇന്റർവെലുകൾക്കിടയിലുള്ള ട്രെൻഡ്സ് എന്ത്, റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഡാറ്റ പോയിന്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പല കേസുകൾ എടുക്കാറുണ്ട്. സ്റ്റുഡൻസിന്റെ മാർക്സ് ഈ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, 0 to 6, 6 to 12 അങ്ങനെയാണ് ഇതിന്റെ പോയിന്റ്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് 3 ആണ്. 3യിലാണ് നമ്മൾ എന്ത് അടയാളപ്പെടുത്തേണ്ടത്, ഫ്രീക്വൻസി അടയാളപ്പെടുത്തി 4 അടയാളപ്പെടുത്തി. ഇനി അടുത്ത് 0 to 10, അതിൽ 4ലാണ് നമ്മൾ അടുത്തത് അടയാളപ്പെടുത്തേണ്ടത്, 8 അടയാളപ്പെടുത്തി. അടുത്തത് 12 to 18, അത് അതിന്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. 50ൽ നമ്മൾ 15 അടയാളപ്പെടുത്തി. അങ്ങനെ
എല്ലാ മിഡ് പോയിന്റിലുമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അത് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വരയ്ക്കാൻ സാധിക്കും. ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാൻ സാധിക്കുന്നതാണ്. Constructed by plotting points at the midpoint of each class interval and connecting them with a line. ഓരോ ഇതിന്റെയും ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് പോയിന്റിൽ നമ്മൾ അതിന്റെ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഗ്രാഫ് വരക്കും. Can be used to compare multiple data set by overlaying multiple frequency polygon on the same graph. ഇതിൽ നമുക്ക് കൂടുതൽ ഡാറ്റ സെറ്റ് ഉണ്ട്. ഇതൊരു ഡാറ്റ സെറ്റ്, ഇതുപോലത്തെ കുറെ ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ഫ്രീക്വൻസി പോളിഗൺ വരക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഫ്രീക്വൻസി കർവ് ആണ്. ഫ്രീക്വൻസി കർവ് is a smooth curve that is drawn through point plotted in frequency polygon. It represents continuous distribution of data. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലാണ് ഇത് വരക്കാറുള്ളത്. ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നേരത്തെ ഫ്രീക്വൻസി പോളിഗൺ സ്കെയിൽ വെച്ചിട്ടാണ് വരച്ചതെങ്കിൽ ഇതിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഇത് വരക്കുക. അതാണ് ഇതും ഫ്രീക്വൻസി കർവും ഫ്രീക്വൻസി പോളിഗണും തമ്മിലുള്ള വ്യത്യാസം. It is useful when data is continuous and shows how the data is distributed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അതിന് എങ്ങനെയാണ് ആ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. It is often used statistics to approximate probability distribution. Normal distribution ആണത് യൂസ് ചെയ്യാറ്. A bell-shaped curve representing normal distribution of height of in a population. Similar to frequency polygon but a continuous smooth line ആണ് ഇതിൽ വരയ്ക്കുക. Helps in visualizing underlying distribution. ഓക്കെ, ഇത് നോക്കുക. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, സ്മൂത്ത് ആയിട്ട് നേരത്തെ സ്കെയിൽ വെച്ചതായിട്ട് തോന്നില്ലല്ലോ, അതിനെ നമ്മൾ എന്ത് പറയാം, ഫ്രീക്വൻസി കർവ് എന്ന് പറയാം. അടുത്ത് ഒജീവ്. An ogive is a cumulative frequency graph where each point represents the cumulative frequency up to the upper class of boundary of class interval. It is used to show cumulative distribution. There are two ogive. ഇത് നമ്മൾ ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് എടുത്തിട്ടാണ് ഇത് വരയ്ക്കാറുള്ളത്. ലെസ് ദാൻ ഒജീവ് ഉണ്ട്, മോർ ദാൻ ഒജീവ് ഉണ്ട്. Less than ogive, it represents the cumulative frequency up to upper boundary of each class interval. Upper boundary എടുത്തിട്ടാണ് ഇത് നമ്മൾ പറയാറുള്ളത്. The graph start at the origin 0, 0 and increase as you move to the right. റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ചെയ്യും. It represents cumulative frequency from top of each class interval downward. The graph start at total number of observation and decrease as you move to the right. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. Less than ogive, more than ogive സ്റ്റാർട്ടിങ് ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ ടോട്ടലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരുന്നതാണ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. തന്നിരിക്കുന്നത് ക്ലാസ് 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, to 80, 80 to 90 അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലെസ് ദാൻ ഒജീവ് ആണോ മോർ ദാൻ ഒജീവ് ആണോ. ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത് ലെസ് ദാൻ 20 അർത്ഥാക്കണം എന്നാണ്. 20യിൽ കുറവ് എത്ര ഉള്ളത്, 20 to 30 10 ആണ്. 20യിൽ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ഇനി 30യിൽ കുറവ് എത്ര ആയിരിക്കും, 20ക്കും 30ക്കും ഇടയിലുള്ള വാല്യൂ എത്ര, 10. അത് ഇവിടെ കൊടുത്തു. ഇനി അടുത്തത് ലെസ് ദാൻ 40, ആ 10ലേക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യാം, അതാണ് ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് ലെസ് ദാൻ 50, അതിലേക്ക് എന്ത് ചെയ്യാം, ഈ 19ലേക്ക് 11 ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പൊ എന്ത് ചെയ്ത് എത്ര കിട്ടി, ലെസ് ദാൻ 90 എത്ര കിട്ടി, 100 നമുക്ക് കിട്ടി. ഇനി മോർ ദാൻ ഒജീവ്. മോർ ദാൻ ഒജീവ് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മോർ ദാൻ 20ക്ക് മുകളിലാണ് ഇതിലുള്ള എല്ലാ ഫ്രീക്വൻസി എന്താണ് 20ക്ക് മുകളിലാണ്. ഓക്കെ, അതാണ് 100. അടുത്ത് മോർ ദാൻ 30. മോർ ദാൻ 30 പറഞ്ഞാൽ 20ക്കും 30ക്കും ഇടയിലുള്ളത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതാണ്. ടോട്ടൽ 100 ഉള്ളത്. 20ക്കും 30ക്കും ഇടയിൽ എത്രയുള്ള 10 ഉള്ളത്, അത് കുറച്ചാൽ എത്ര കിട്ടുക, 90. അത് ഇങ്ങനെ ഇനി ഫ്രീക്വൻസി കുറച്ച് പോകുമ്പോൾ അടുത്ത് 9 കുറക്കുമ്പോൾ 81 കിട്ടും. പിന്നെ 11 കുറക്കുന്നു 70 കിട്ടും. അങ്ങനെ കുറച്ച് പോയി 90ക്ക് മുകളിൽ എത്ര ഉള്ളത്, 0. അങ്ങനെ നമ്മൾ അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞു. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഗ്രാഫ് വരക്കണം. അപ്പൊ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് വരയ്ക്കേണ്ട ഒന്നാണ് ഇതിലെ പോയിന്റ്. ഗ്രാഫിലെ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തണം. അത് എക്സ് ആക്സിസിലാണ് ക്ലാസ് അടയാളപ്പെടുത്തൽ, ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിലുമാണ് നമ്മൾ അടയാളപ്പെടുത്താറുള്ളത്. നേരത്തെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാം. ഇതാണ് 20, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, അങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുക. ആ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അത് പോയിന്റ് പ്ലോട്ട് അതിങ്ങനെ വരയ്ക്കാം. ഓക്കെ, അത് കൂട്ടി വരയ്ക്കാം. അതേപോലെ മോർ ദാന്റെ വരയ്ക്കാം. മോർ ദാൻ 20 എത്ര, 100 ആണ്. മോർ ദാൻ 30 എത്ര, 90 ആണ്. അങ്ങനെ ഓരോ പോയിന്റ് വരച്ചിട്ട് എന്ത് ചെയ്ത് ഈ ലാസ്റ്റിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ
ഇത് രണ്ട് ഇതിനെ മോർ ദാൻ കർവ് എന്തായിരിക്കും കുറഞ്ഞു കുറഞ്ഞു വരികയായിരിക്കും. ലെസ് ദാൻ കർവ് എന്തായിരിക്കും കൂടി കൂടി വരികയായിരിക്കും. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം, ഈ രണ്ട് ഒജീവും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ നിന്നും എക്സ് ബാറിലേക്കുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലാണ് ഈ ഡാറ്റയുടെ മീഡിയൻ കിടക്കുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് മോർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ്. ഓക്കെ, ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.